ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 3-ന് തായ്ലൻഡിലെത്തും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലാന്റ് സന്ദർശനമാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിന് കൂട്ടായ പരിശ്രമവും തുടർച്ചയായ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശുദ്ധമായ പരിസ്ഥിതിയും ആധുനിക വികസനവും സന്തുലിതമാക്കുന്നത് ഒരേ സമയം അവസരവും വെല്ലുവിളിയുമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച ദേശീയ പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ വികസ്വര രാജ്യങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച പ്രതിരോധ മാർഗ്ഗം ദ്രുതഗതിയിലുള്ള പാരിസ്ഥിതിക സാമ്പത്തിക വളർച്ചയാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂകമ്പം ദുരന്തം വിതച്ച മ്യാൻമാറിന് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ 15 ടണ്ണോളം മരുന്നും അവശ്യ സാധനങ്ങളുമായി ആദ്യഘട്ട സഹായം കൈമാറി. ഇതിനു പുറമെ 80 രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തകർ അടങ്ങുന്ന 2 വിമാനങ്ങളും ഇന്ത്യ മ്യാൻമറിലേക്ക് അയച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് നയത്തിലൂടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 6200 സ്റ്റാർട്ടപ്പുകളും 60,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൂതന വ്യവസായ രംഗത്ത് സംസ്ഥാനം വൻ മാറ്റങ്ങളുടെ പാതയിലാണ്. ഐടി കയറ്റുമതിയിൽ 3 ഇരട്ടിയോളം വർധനയുണ്ടായതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം നാളെ നടക്കും. 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80%-ലധികം പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഏപ്രിൽ 7 വരെ തീയതികളിലായി ജില്ലാതല പ്രഖ്യാപനങ്ങൾ നടക്കും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടമായ പാലാരിവട്ടം ഇൻഫോ പാർക്ക് പാത നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പി രാജീവ്. 1957 കോടി രൂപയിലേറെയാണ് നിർമ്മാണ ചെലവ്. 10.58 കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിൽ 10 സ്റ്റേഷനുകളാണുള്ളത്. ഗോത്ര ജനവിഭാഗങ്ങളുടെ തനിമ നിലനിർത്തി മുന്നോട്ടു പോകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോഴിക്കോട് കിർട്ടാഡ്സ് സംഘടിപ്പിച്ച ദേശീയ ഗോത്ര സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗോത്രവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് 13 ദിവസമായി അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്കാണ് യോഗം. വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മപദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും യോഗമാണ് നടക്കുക. കണ്ണൂർ എഡിഎം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ മാത്രം പ്രതി ചേർത്തതായാണ് സൂചന. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 7:30-ന് ക്ലിഫ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈക്ലിംഗ് ഡ്രൈവ് ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. സംസ്ഥാനത്ത് വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാധ്യത, ആരോഗ്യ ജാഗ്രത തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരികൾക്കിടയിൽ ഉഷ്ണതരംഗ ജാഗ്രത നിർദ്ദേശങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കിയ നേട്ടം സ്വന്തമാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 75 ദിവസത്തിനുള്ളിൽ 3.4 കിലോമീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള റൺവേ റീകാർപ്പറ്റിംഗാണ് പൂർത്തിയാക്കിയത്. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് നാളെ തിരുവനന്തപുരത്ത് കൊടിയേറും. നാളെ ഉച്ചയ്ക്ക് വെള്ളറടയിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.